ഹലോ, ഞങ്ങൾ ഇന്നൊരു അഡ്വഞ്ചർ പടയ്ക്കാന്ന് വിചാരിച്ചേക്കണം കേട്ടാ. ചേട്ടന് അത്യാവശ്യമായിട്ട് വെള്ളിക്കുളങ്ങര പോകേണ്ട ആവശ്യമുണ്ടായിട്ടാ. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിക്കുളങ്ങരയിൽ കാട് വഴി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരന്തരപ്പള്ളിക്ക് എത്താന്ന്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അങ്ങനെ ഒരു ട്രിപ്പ് പടച്ചാലോ എന്ന്. അപ്പോൾ അതിൽ കൂടെയുള്ള യാത്ര ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. പോണേൻ്റെ തുടക്കത്തിലൊക്കെ നിറച്ച് വീടുകളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പിന്നെ വീടൊക്കെ കുറഞ്ഞു വന്നു, പേടി തുടങ്ങിയിട്ടാ എനിക്ക്. അത് കഴിഞ്ഞ് നോക്കിയപ്പോ ദേ ഒരു അച്ഛനും മോളും വന്നിണ്ടായിട്ടാ. അപ്പൊ ഒരു ചെറിയൊരു സമാധാനമായിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടികൾ കുറഞ്ഞുട്ടാ. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോണ്ട് ആനയുടെ ഏരിയ മുന്നറിയിപ്പാണ് കേട്ടാ. അവിടെയാണെങ്കിൽ നിറച്ച് ആനയുടെ ക്രോസിംഗ് സോണിന്റെ ബോർഡ് വെച്ചേക്കാണ് കേട്ടാ. പേടിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടാ. അത്ര അടിപൊളിയാണ് കേട്ടാ ഈ റോഡ്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞ് ചെന്നപ്പോണ്ട് അടിപൊളി ഒരു വ്യൂ പോയിന്റ് കണ്ടു കേട്ടാ. അവിടെ എത്തിയപ്പോ അതിന്റെ പേര് നോക്കിയപ്പോഴാണ് കേട്ടാ ചൊക്കന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. ഞങ്ങളോട് വഴി പറഞ്ഞ ചേട്ടൻ പറഞ്ഞത് മാനൊക്കെ കൂട്ടത്തോടെ നിൽക്കുന്നുണ്ടാവുന്ന കേട്ടാ. മാൻ പോയിട്ട് ഒരു എന്താ പറയാ, ഒരു കുരങ്ങൻ പോലും ഉണ്ടായില്ല കേട്ടാ. അങ്ങനെ ഒരു മയിലിനെ കണ്ടു കേട്ടാ ഞങ്ങള്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം പോയപ്പോൾ കുറേ പിള്ളേരുകൾ അവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടാ. കുറേ ആൾക്കാർ നിൽക്കണ്ടായിരുന്നു. അവിടെ ഒരു കുഞ്ഞി ചായക്കട ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ നമ്മൾ വീണ്ടും കാടിനുള്ളിലേക്ക് കയറി. അത് കഴിഞ്ഞ് ഒരു പുഴ ഉണ്ടായിരുന്നു കേട്ടോ. ആര്യത്ത് കൂടെ ഒരു പുഴ പോണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഫുൾ കാടാണ് കേട്ടാ. നല്ല മഴക്കാരുണ്ടായിരുന്നു. ആനനെ നോക്കി 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 ഞങ്ങളുടെ കണ്ണ് കഴിച്ചു കേട്ടാ. അങ്ങോട്ടും നോക്കും ഇങ്ങോട്ടും നോക്കും, ഒരാന പോലും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓലയിലാണ് കേട്ടാ പോയത്. മുതലകളെങ്കിലും കാണാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് എത്തി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു പാലം ഉണ്ടായിരുന്നു കേട്ടോ, തൂക്കുപാലം. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കയറരുതെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പാലപ്പള്ളി വഴി ചിമ്മിണിയിലേക്കാണ് കേട്ടോ കയറിയത്. ചിമ്മിണിയിലാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആനനെ ഒന്നും കാണാണ്ട് ഞങ്ങൾ നേരെ പോയപ്പോ ദേ ഒരു പശു നിൽക്കണ്ടായിരുന്നു കേട്ടോ. അതിനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആനേനൊന്നും കാണാത്ത വിഷമത്തിൽ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. കേരള വനഗവേഷണ സ്ഥാപനം